me Idiyirachi. Again, welcome back to Soran Spicy. Soran Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമ്മുടെ ബീഫ് ലവേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഉണക്കിറച്ചി. ഉണക്കിറച്ചി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഉണക്കിറച്ചി. ഇറച്ചി വാങ്ങിച്ച് മസാലയൊക്കെ തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ ഡയറക്റ്റ് ഉണങ്ങി ഇറച്ചി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ അവർ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഉണക്കിറച്ചി സ്റ്റാർട്ടിങ്ങിൽ ഇരിക്കുക. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് മാത്രം ഇറച്ചി എടുത്തിട്ട് ചെറിയ പീസായിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചതച്ചെടുക്കാൻ കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ ചതച്ചെടുക്കാം, എന്നിട്ട് അതിന്റെ ഒന്ന് അല്ലി തിരിച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഈ ഉണങ്ങി ഇറച്ചി ഒന്ന് തീയിൽ കാണിച്ച് ഒന്ന് ചുട്ടെടുക്കാം. അപ്പൊ അതിന്റെ നെയ്യൊക്കെ ഒന്ന് ഉരുകിയിട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് എളുപ്പമുണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഡയറക്റ്റ് ഇതേപോലെ ഉരലിട്ട് ചതച്ചെടുക്കാണ്. അപ്പൊ ഞാനിപ്പോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പൊ എന്നിട്ട് നമുക്ക് ഓരോ പീസ് എടുത്ത് ഉരലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ചതച്ചെടുക്കണോ അത് നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് അധികം ഇങ്ങനെ ചതയ്ക്കാതെ കുറച്ച് അല്ലി തിരിഞ്ഞ് കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചതച്ചിട്ട് ഇതേപോലെ അല്ലി തിരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും സോഫ്റ്റ് ആവണമെങ്കിൽ കുറേയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം നന്നായിട്ട് ചതച്ചിട്ട് ഇതേപോലെ അല്ലി തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ എടുത്തതിൽ നിന്ന്. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് അധികം തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ എടുക്കുന്ന ഇറച്ചിയുടെ പകുതിയോളം ചെറിയുള്ളി വേണമെന്നാണ്. അപ്പൊ അതിൽ കൂടുതലായ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പൊ എന്തോരം വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാനൊരു 10-12 വെളുത്തുള്ളി സ്കിന്നോട് കൂടിയിട്ട് ചതച്ചിടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. നമ്മൾ ഇറച്ചി ഉണക്കുമ്പോൾ ഓൾറെഡി അവർ ഉപ്പ് ചേർത്തിട്ടാണ് ഉണക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാനുള്ളത് ചതച്ച മുളകാണ്. ഞാനിവിടെ ചതച്ച മുളക് ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എത്രമാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ മുളകും അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പൊ നന്നായിട്ട് വഴറ്റി മുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചതച്ച ഇറച്ചി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ ഇറച്ചി ചേർത്ത് വഴറ്റി കൊടുക്കുമ്പോൾ ഇറച്ചിയുടെ നെയ്യൊക്കെ ഉരുകിയിട്ട് നല്ല കളറായിട്ട് വരും. നല്ല കറുത്ത കളറായിട്ട് തന്നെ വരും. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ആ നെയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇറച്ചിയിലുള്ള നെയ്യൊക്കെ അത്യാവശ്യം ഉരുക്കി ഇറച്ചിയുടെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തതാണ്. അപ്പൊ എരിവിനനുസരിച്ച് മാത്രം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് കുറേ കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എത്രമാത്രം ഡ്രൈ ആക്കി എടുക്കണോ, എത്രമാത്രം ക്രിസ്പി ആയിട്ട് വരണോ അത്രത്തോളം ക്രിസ്പി ആക്കി എടുക്കുക. അപ്പൊ ഞാനിതൊരു കുറച്ച് സമയം കൂടെ ഒന്ന് വരട്ടി ഒന്ന് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് നിർത്താണ്. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം വേണോ അത്രമാത്രം തന്നെ ക്രിസ്പി ആക്കി ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്കിറച്ചി ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിട്ടുകയാണെങ്കിൽ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.